ഒരു ദേശീയ നേതാവല്ലേ, നിങ്ങൾ ഇങ്ങനെ ചീത്ത വിളിക്കുമ്പോൾ ഒരല്പം മാന്യത കാണിക്കേണ്ട. കരയുകയാണ് KC പക്ഷം. ആരാണ് ഈ പക്ഷം? സാക്ഷാൽ KC വേണുഗോപാൽ തന്നെ. ഇന്നൊരൊറ്റ പകലിൽ 70ഓളം ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നാണ് KCയെ പുലയാട്ട് വിളിക്കുന്നത്. ആരാണ് വിളിപ്പിക്കുന്നത്? സതീശനോ രമേശ് ചെന്നിത്തലയോ? അത് കോൺഗ്രസ്സുകാരുടെ കാര്യം. ഈ രാഷ്ട്രീയ കേരളത്തിൽ ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് UDFിനൊരു ചർച്ചയില്ല. സോഷ്യൽ മീഡിയ മൊത്തം എടുത്ത് അലക്കിയതല്ലേ, മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതല്ലേ. കല്ലിട്ടെടുത്ത് കൊണ്ടുപോയി ഒരു സിമന്റ് ചാക്കെങ്കിലും ഇറക്കി വെച്ചേക്കാം, ചർച്ചയില്ല. ഒരു പരിഹാരവും കാണണമെന്നില്ല. വിള്ളൽ തപ്പി നടക്കുന്ന കോൺഗ്രസ്സുകാർ, ഒളിച്ചിരിക്കുന്ന സതീശൻ വീണ്ടും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ലോകത്തെ ഏറ്റവും വലിയ കാപട്യം നിറഞ്ഞ സർക്കാരാണ് ചൂരൽമലയിൽ ടൗൺഷിപ്പ് പണിതതും അവിടെ വിള്ളലുണ്ടാക്കിയതുമെന്ന്. എന്തു വലിയ നാണം കെട്ട പരാമർശങ്ങളാണെന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും ഞാനൊന്നിനുമില്ല എന്ന് പറഞ്ഞ സാക്ഷാൽ രമേശ് ചെന്നിത്തലയും പുറത്തു വന്നിരിക്കുകയാണ്. പക്ഷേ അതിനെല്ലാം ചേർത്തൊരു വാലുണ്ട്. രമേശ് ചെന്നിത്തല വിഭാഗം, ആ രമേശ് ചെന്നിത്തല പക്ഷം, അവർ പുറത്തു വന്ന് ശക്തമായി രമേശ് ജയ്ക്ക് വേണ്ടി വാദിക്കുകയാണെന്നുള്ളതാണ്. ഇനി ഒരക്ഷരം മിണ്ടരുത് എന്ന് പറഞ്ഞ് ചുപ്പരഹോ അടിച്ച ഹൈക്കമാൻഡ് തളർന്നിരിക്കുകയാണ്. 3, 4, 5 ദിവസമായിട്ടും ഒരാൾ പോലും അവസാനിപ്പിക്കുന്നില്ല. KCയെ ചീത്ത വിളിക്കുന്ന, രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി വാദിക്കുന്ന, ശക്തമായി MLA-മാരെ കൂടെ കൂട്ടാൻ ഇറങ്ങിയിരിക്കുന്ന VD സതീശൻ പക്ഷം, ഇങ്ങനെ നിറയുകയാണ് സോഷ്യൽ മീഡിയ മുഴുവനും കോൺഗ്രസിൻ്റെ. വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ചർച്ചയില്ലാതെ എങ്ങനെയെങ്കിലും ഇനി നാണക്കേട് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അതൊക്കെ ഇലക്ഷൻ വരെ ജനങ്ങളെ പറ്റിക്കാൻ. കോൺഗ്രസിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി യാതൊരു തരത്തിലുള്ള അടിയും ഉണ്ടാകില്ല, നിങ്ങൾ കരുതിയിരുന്നോ എന്ന് പറയുന്നിടത്ത് നിന്ന് ഏതെങ്കിലും രീതിയിൽ കസേരയ്ക്ക് വേണ്ടിയുള്ള ഒരു അടി സർവ്വതും മറന്ന് ഈ 3 നേതാക്കളും നടത്തുന്നു എന്നുള്ളതാണ്. ഇന്ന് ഏതൊരു കാര്യത്തിനും ശക്തമായി പ്രതികരിക്കുന്ന ചാണ്ടി ഉമ്മൻ്റെ അടുത്ത് മാധ്യമങ്ങൾ ചെന്നിട്ട് ചോദിച്ചു, ശക്തമായ രീതിയിൽ അടി നടക്കുന്നു, ഇത് താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഏതൊരു കാര്യത്തിനും ക്ലാരിറ്റി തരുന്ന ചാണ്ടി ഉമ്മൻ പോലും അതിന് ഞാനില്ല, ഞാൻ അത്രമാത്രം വളർന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിപ്പോകുന്ന രീതിയിലേക്ക് കോൺഗ്രസ് തരം താന്നു എന്നുള്ളതാണ്. കോൺഗ്രസിന് വോട്ട് ചെയ്ത ഒരു കുഞ്ഞു പോലും ഇപ്പോൾ പരിതപിക്കാതിരിക്കുന്നുണ്ടാവില്ല. എല്ലാവർക്കും റിഗ്രറ്റ് ആയിരിക്കും. ഇത്രമേൽ തകർന്ന ഒരു ഭരണത്തിലേക്കാണല്ലോ ഒരു പക്ഷേ കോൺഗ്രസിന് ഭരണം കിട്ടിയാൽ നമ്മൾ പോവുക എന്ന്. മുഖ്യമന്ത്രി കസേര എന്നൊരൊറ്റ അച്ചുതണ്ടിൽ കിടന്ന് കറങ്ങുകയാണ് വലതുപക്ഷം മുഴുവനും.